Hello, dear UPSC aspirants. Welcome to Spartans. Myself Safwan. ഹിസ്റ്ററിയുടെ ഫാക്കൽറ്റിയാണ് യു പി എസ് സിക്കും കെ എസിനൊക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെ യു പി എസ് സി ആസ്പിറൻസിന് മുമ്പിൽ ഇപ്പോൾ ഒരുപാട് കൺസേൺസ് ഉണ്ട്. യു പി എസ് സി പ്രിലിംസ് എക്സാമിനേഷൻ കഴിഞ്ഞു. ഇനി ജൂൺ 14 ഏകദേശം 2 ആഴ്ച സമയമാണുള്ളത്. ഈ സമയത്ത് കെ എസിന് എങ്ങനെ പ്രിപ്പറേഷൻ നടത്തുമെന്നുള്ളത്. അപ്പൊ അതിന്റെ വളരെ ബ്രീഫ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒരു പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ നോട്ടുമാണ് നിങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടി പോകുന്നത്. സോ അതിന്റെ ഭാഗമായിട്ട് ലെറ്റ് മീ ഷെയർ ദിസ് വൺ പെർട്ടിക്കുലർ സ്ക്രീൻ. നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെ എസ് എക്സാമിനേഷനും പേപ്പർ 1, 2 എന്ന് പറയുന്ന 2 പേപ്പറുകൾ വരുന്നുണ്ട്. പ്രിലിംസിൽ 100 മാർക്കാണ് അതിൽ വരുന്നത്. നിങ്ങൾക്ക് ടോട്ടലി ആണ് കട്ട് ഓഫ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 200 മാർക്കിൽ നിങ്ങൾ ഏകദേശം ഒരു 80 എബോ, അന്ന് 77 ഉണ്ടായിരുന്നത് ജനറൽ കാറ്റഗറിക്ക്. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഒരു 90 അല്ലെങ്കിൽ ഒരു 100 മാർക്ക് 2 പേപ്പറിലും കൂടിയെങ്കിലും നിങ്ങൾക്ക് നേടുകയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ പ്രിലിംസ് ക്വാളിഫൈ വേണ്ടി പറ്റും. പിന്നെ മെയിൻസിലോട്ട് 100 മാർക്കിന്റെ 1, 2, 3 പേപ്പേഴ്സ് ആണ് വരുന്നത്. അതൊക്കെ നമുക്ക് പിന്നീട് പ്രിലിംസിന് ശേഷം ഇനി ഡിസ്കസ് ചെയ്താൽ മതി. കാരണം ഇപ്പോൾ ദിസ് ഈസ് എ ഹൈ ടൈം ഫോർ കെ എസ് പ്രിലിംസ് എക്സാമിനേഷൻ അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് പേപ്പർ 1 നിങ്ങൾക്ക് ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, റീസണിങ്, ജോഗ്രഫി 4 സബ്ജക്റ്റ് ആണ് വരുന്നത്. അതിൽ ഹിസ്റ്ററി മാത്രം എടുത്ത് നോക്കിക്കേ. ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ദെൻ അതുമായി ബന്ധപ്പെട്ടുള്ള കേരള കൾച്ചർ, ഇങ്ങനെ ടോട്ടലി 40 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 40 മാർക്ക് പേപ്പർ 1 നിന്ന് ചോദിച്ചിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഗവേണൻസിൽ നിന്നും 30 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. റീസണിങ് സിമ്പിൾ അരിത്തമാറ്റിക്കിൽ നിന്നും 15 ക്വസ്റ്റ്യൻ, ജോഗ്രഫിയിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ നോട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഗവേണൻസ്. ആ നോട്ടിന്റെ ഒരു ഫീച്ചറും കാര്യങ്ങളും ഞാൻ ഇന്നത്തെ സെഷനിൽ പറയുന്നുണ്ട്. അപ്പൊ അതുകൂടെ മുഴുവനും കാണാൻ വേണ്ടി ശ്രമിക്കുക. കൂട്ടത്തിൽ നിങ്ങളുടെ കെ എസ് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു കോർ നോട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ പേപ്പർ 2 വരുന്ന സമയത്ത് എക്കണോമി ഉണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, ഇൻക്ലൂഡിംഗ് കറണ്ട് അഫേഴ്സ്. അവിടെയാണ് കറണ്ട് അഫേഴ്സ് വരുന്നത്. 25 വീതം ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ദെൻ ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജുകളിൽ നിന്നായിട്ട് 20, 30 ആയിട്ട് 50, അങ്ങനെ ടോട്ടലി 100. അങ്ങനെ പേപ്പർ 1ഉം പേപ്പർ 2 ഉണ്ടാകുന്ന ഒരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് ആദ്യം വേണം. ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. ഇനി ഞാൻ ഒട്ടും ടൈം കളയുന്നില്ല. ഇനി പ്രധാനപ്പെട്ട നമ്മുടെ നോട്ടിലോട്ട് പോകാം. നോട്ടിന്റെ ഒരു PDF നമ്മുടെ ടെലിഗ്രാമിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ നോട്ട് എങ്ങനെയാണ് വായിക്കേണ്ടത് അല്ലെങ്കിൽ നോട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കേസ് സ്പെഷ്യൽ നോട്ടാണ് വരുന്നത് റിഗാർഡിംഗ് ദ പോളിറ്റി ആൻഡ് ഗവേണൻസ് ടോപ്പിക്. കാരണം ഗവേണൻസിൽ നിന്നും ഞാനിപ്പോൾ ഈ നൽകിയിരിക്കുന്ന നോട്ടിൽ നിന്ന് മാത്രമായിട്ട് 7 ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ഈ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും പ്ലസ് അതുമായിട്ടുള്ള റിലേറ്റഡ് ടോപ്പിക്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് കെ എസിന്റെ ഗവേണൻസ് എന്ന് പറയുന്ന പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സിലബസ് ഇങ്ങനെയാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്ന ഒരു പോർഷൻ. അപ്പൊ അതെന്താണെന്ന് പറയുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്ന അതിന്റെ എവല്യൂഷൻ, കീ പ്രിൻസിപ്പിൾസ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷയ്ക്ക്. എസ്പെഷ്യലി ഇതുമായി ബന്ധപ്പെട്ട ചില ടേമുകൾ ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയേ ഓഡി, അൽത്തറം, പാർട്ടം, ഇങ്ങനത്തെ ടേം വെച്ചിട്ട് ചോദിക്കും പരീക്ഷയ്ക്ക്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ ജുഡീഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ പൊളിറ്റിയുടെ ഭാഗമായിട്ട് പഠിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി അതിനുശേഷം ഒന്നാമത്തേതിന് അതിന്റെ ക്വിക്ക് റിവിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനുശേഷം നോക്കിക്കേ, PYQ ബേസ്ഡ് നോട്ട് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവും. ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞത് 7ഓളം ചോദ്യങ്ങൾ ഈ ഒരൊറ്റ നോട്ട് ബേസ് ചെയ്തിരിക്കുന്ന ചോദ്യങ്ങൾ കഴിഞ്ഞ കേസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റ് ചെയ്തിരിക്കുന്ന ചില ചോദ്യങ്ങൾ ലൈക്ക് ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് ആണത്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരിക്കുന്ന ചോദ്യം ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി ആയിരുന്നു, പക്ഷെ അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പിക് ഇന്നതാണ്. അപ്പൊ ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ റെഗുലേഷൻ ആക്ട് ഓഫ് 1986 കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ റിലേറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കുകൾ ഇന്നതാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാവുന്ന രൂപത്തിലോട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ റിലേറ്റഡ് ടോപ്പിക് എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആദ്യം അങ്ങനെ ഒരു 7 ടോപ്പിക് ഇവിടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് റൈറ്റ് ഓഫ് തിയറി ഓഫ് ലീഡർഷിപ്പ് വരെ അതിന്റെ റിലേറ്റഡ് ടോപ്പിക്സും. ഇനി നോക്കിക്കേ, എക്സ്ട്രാ നോട്ട്സ് എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക് വരുന്നുണ്ട്. ദാറ്റ് ഈസ് റിലേറ്റഡ് നോട്ട്സ്. ഇപ്പോൾ ഓൾറെഡി നിങ്ങളോട് കണ്ടില്ലേ, റിലേറ്റഡ് ടോപ്പിക്സ് ടു സ്റ്റഡി ഫ്രം ദിസ് പെർട്ടിക്കുലർ അസോസിയേറ്റഡ് വിത്ത് ദിസ് PYQ എന്നുള്ള രീതിയിലുള്ള ഒരു നോട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കാറ്റഗറി 1 നമ്മൾ ഡോക്ടർ ഓഫ് നെസസിറ്റി പറഞ്ഞു. അതല്ലാതെ ബാക്കിയുള്ള ഡോക്ടറിൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ആ രീതിയിൽ ഈ ടോപ്പിക്ക് വായിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡെഫിനറ്റ്ലി ഇപ്രാവശ്യം ഈ ഒരൊറ്റ നോട്ടിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരിക്കലും മിസ്സാക്കണ്ട. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, മേക്ക് ഷുവർ ടു ജോയിൻ അവർ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മിസ് ചെയ്യാതെ ഈ കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് പഠിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് എനിക്ക് കിട്ടി ആർക്കും കൊടുക്കണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഒന്നും വേണ്ട. മേക്ക് ഇറ്റ് മോർ ഷെയറബിൾ, ലൈക്ക് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു മനോഭാവം എനിക്കുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയയും ഇൻഫോയൊക്കെ കിട്ടുന്നത്, ഈവൻ ദിസ് നോട്ട് ആസ് വെൽ, അല്ലേ? അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.